blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഇത് കാണുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് MC മാത്യുവിനും സാലിമ മാത്യുവിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അവർ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നല്ലോ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, മാത്യു നീ സഹോദരന് ഒരു പുതിയ ജോലി നല്ല ശമ്പളത്തോടുകൂടി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവരുടെ വീടിൻ്റെ പണികൾ വേഗത്തിൽ ആരംഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. സിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ആ +2 ഫൈനൽ എക്സാം ഏറ്റവും നന്നായി ചെയ്യുവാൻ കൃപ കൊടുക്കണമേ. സാബിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കെസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരെല്ലാവരുടെയും വിദ്യാഭ്യാസത്തെ അങ്ങ് ഏറ്റവും അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്ന കർത്താവെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മിസ്റ്റർ മാത്യു ആൻഡ് ഫാമിലി. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ജോസഫിനും അന്നമ്മയ്ക്കുമായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവെ, ബിസിനസ് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. 3 മക്കളെയും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. മകൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എൻട്രൻസ് എക്സാം നന്നായി ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. ജോസഫിൻ്റെ മദർ കർത്താവ് സലീനാമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിൽ നിന്ന് സമ്പൂർണ്ണ സൗഖ്യം ആ സഹോദരിക്ക് ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് ബ്ലെസ്സിംഗ് ടുഡേ. 2013 അവസാനത്തെ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ ഡിസംബർ 26, 27, 28, 29 തീയതികൾ. സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ. മുതിർന്നവർക്കും യൗവനക്കാർക്കും കുട്ടികൾക്കുമായി പ്രത്യേകം സെഷനുകൾ. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 ദിനങ്ങൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും മറ്റു ദൈവദാസന്മാരും ശുശ്രൂഷിക്കും. ഇന്ന് തുടർന്ന് നിലമ്പൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സാക്ഷ്യങ്ങളും സന്ദേശവും നിങ്ങൾ കാണാൻ പോവുകയാണ്. ഉള്ളിൽ പ്രാർത്ഥിക്കുക, വചനഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ വീണ്ടും വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സിസ്റ്ററിൻ്റെ പേര് വിനീഷ എന്നാണ്. കഴിഞ്ഞ 4 മാസത്തിന് മുൻപ് ഈ ഹാളിൽ വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് തൻ്റെ മകന് യേശു നൽകിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇന്നിവിടെ നിൽക്കുന്നത്. സഹോദരി പറഞ്ഞത് ഇതാണ്: 4.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് പെട്ടെന്നൊരു ചൊറിച്ചിൽ തുടങ്ങി. ഓക്കെ. ശരീരം മുഴുവനും വെറുതെ ചൊറിയും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തുമ്പോൾ ശരീരം പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങും. ഈ കുഞ്ഞു തന്നെ മാന്തും. മുഖത്ത് മൊത്തമായിട്ട് മാന്തി. മുഖത്തിങ്ങനെ മാന്തും. പിന്നെ മുഖാകെ തടിച്ച് വീർത്ത് രക്തം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയിരുന്നു. ഓ ഗോഡ്. എന്നിട്ട് അങ്ങനെ തടിച്ച് വന്നാൽ 24 മണിക്കൂറും ചൊറിച്ചിലായിരിക്കും. രാത്രി കിടന്നാലും ഉറക്കം വരത്തില്ല. വൈകി ഉറങ്ങിയാലും ഉറക്കത്തിലും ഇങ്ങനെ കൊടുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാരണം 1.5 മാസത്തോളം ഈ കുഞ്ഞ് സ്കൂളിൽ പോയില്ല.
1.5 മാസം പഠിക്കാൻ പോയില്ല. ഈ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞു. അത് എന്തിന്റെ കുഴപ്പമാണെന്ന് അറിയില്ലല്ലോ. ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചു, ഹോമിയോ കാണിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു, അതിനൊന്നും അസുഖം കണ്ടെത്താൻ കഴിയണില്ല. ഹോമിയോ ഇംഗ്ലീഷ് എല്ലാം കാണിച്ചിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. മരുന്ന് തന്നു, പക്ഷെ അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ. അപ്പോൾ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞു. സ്കൂളിൽ വിടണ്ടായിരുന്നു. ഈ പെൻസിലിന്റെ ചോക്ക് പൊടി അങ്ങനെ പൊടി ഡസ്റ്റ് അലർജി ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. എന്നിട്ട് അങ്ങനെ ഇവരാകെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടാണ് കഴിഞ്ഞ 4 മാസത്തിന് മുൻപ് ഇതേ ഹാളിൽ വെച്ചിട്ട് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നടക്കുന്നുവെന്ന് താനൊരു ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതിലൂടെ അറിഞ്ഞു. അന്ന് ഈ ഹാളിൽ വെച്ചിട്ട് ഇവിടെ മീറ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അലർജി രോഗമുള്ള വ്യക്തികളെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അലർജികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈ സമയത്ത് ഈ സഹോദരി തൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്തൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം അവരിവിടെ നിന്നും പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ അലർജി രോഗം പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഒരു മരുന്നും കഴിക്കാതെ മാറിപ്പോയി. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പവുമില്ല. ഒരു മരുന്നും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല. ഇന്ന് സാക്ഷ്യം പറയുവാൻ വേണ്ടി മഞ്ചേരിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക. ഓക്കെ. എനിക്കൊരു ചോദ്യമുള്ളത്, ഈ കുഞ്ഞിന് ഉണ്ടായ മാറ്റം ഒന്ന് പറയാമോ? 2 ദിവസത്തിന് ശേഷം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. ഇവിടെ മുഖത്തൊക്കെ അങ്ങനെ ചൊറിഞ്ഞിട്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ അടയാളങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അടയാളങ്ങളെല്ലാം മാഞ്ഞുപോയി. പിന്നെ ഒരു കുഴപ്പമില്ല. 2 ദിവസത്തിന് ശേഷം സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? സ്കൂളിൽ പോകലുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു ഈ അസുഖം ഇങ്ങനെ കണ്ടതുകൊണ്ട് മരുന്ന് നിർത്താൻ പറ്റൂല, തുടർച്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നാ പറഞ്ഞിരുന്നത്. തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എത്ര കാലം ഒന്നുമില്ല, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം എന്നാ പറഞ്ഞു. പക്ഷേ ഇപ്പൊ മരുന്ന് കൊടുത്തില്ല. ഒന്നും കൊടുക്കാതെ തന്നെ ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. ഈ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോൾ ഒന്ന് നോക്കി, അങ്ങനെയുള്ള യാതൊന്നും തന്നെ കാണുന്നില്ല. വളരെ സുന്ദരമായൊരു മുഖം കർത്താവ് കൊടുത്തു. സോ ഹാപ്പി. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച്, കർത്താവ് ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ദൈവം കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഈ സാക്ഷ്യത്തെ, ഈ അത്ഭുതത്തെ പരസ്യമായി യേശുവിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു. അതോട് ചേർന്ന് കർത്താവെ, ഓരോരുത്തരും ഈ സാക്ഷ്യം കാണുന്ന എല്ലാവരും ദൈവിക രോഗസൗഖ്യത്താൽ നിറയട്ടെ. ഞങ്ങൾ ഇന്ന് വരെ ചരിത്രം കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ക്രിയേറ്റീവ് മിറക്കിൾസും ഇനിയും ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഈ ആൻറ്റിയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. ആൻറ്റി പറഞ്ഞത് 8 മാസമായിട്ട് തനിക്ക് അരയ്ക്ക് കീഴ്പോട്ട് അസ്ഥി തേയ്മാനമായിരുന്നു. ജോയിൻസിൻ്റെ എല്ലാം തേയ്മാനം സംഭവിച്ചിട്ട് ശക്തമായ വേദനയും ജോലിയൊന്നും എടുക്കാനൊക്കത്തില്ല. അല്പനേരം നടന്നു കഴിയുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒത്തിരി മരുന്നുകളെല്ലാം ചെയ്തു. ഇംഗ്ലീഷ് മരുന്നുകൾ എടുത്തു, ആയുർവേദ മരുന്ന് കഴിച്ചു. 8 മാസം വേദനയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നത്. അന്ന് ഈ ആൻറ്റി വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നു. ഇങ്ങനെ ഹീലിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് തരം രോഗത്തിനാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ ആ രോഗത്തെ യേശു സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് ഒരു തണുപ്പങ്ങോട്ട് ഇറങ്ങിയിട്ട് താൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഈ കൂട്ടത്തിന് നടുവിൽ തന്നെ തണുപ്പ് ഇറങ്ങിയിട്ട് വിറയ്ക്കാൻ തുടങ്ങി. സാധാരണ ചൂടാണ് വരേണ്ടത്, കാരണം എല്ലാവരും തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ വിയർത്ത് ചൂടുകൊണ്ട് ഒരു ഉഷ്ണമാണ് വരേണ്ടത്. പകരം ഒരു വലിയ തണുപ്പ് ഇറങ്ങി താൻ വിറയ്ക്കാൻ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആൻറ്റി ഇരുന്നു. നടന്ന അത്ഭുതം, താൻ 2 നില കയറി വന്നത് വളരെ പ്രയാസപ്പെട്ട, അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഒത്തിരി സമയമെടുത്തുകൊണ്ടാണ് താൻ കയറി വന്നത്. പക്ഷെ ഇറങ്ങിപ്പോയപ്പോൾ ആളുകളുടെ തിരക്കുണ്ടായിരുന്നു കൊണ്ട് ആളുകളുടെ കൂടെ അറിയാതെ വേഗത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ഇറങ്ങി താഴെ എത്തി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര സമയമെടുത്തല്ലേ കയറിയത്, ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയല്ലോ, എന്താ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആൻറ്റി ശ്രദ്ധിക്കുന്നത്, തൻ്റെ ആ 8 മാസമായിട്ടുണ്ടായിരുന്ന വേദന മുഴുവനും അപ്പോൾ മാറിയിട്ട്
പോയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ വേഗത്തിൽ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നത്. അതിനുശേഷമുള്ള ചരിത്രം, അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1.5 വർഷമാകുന്നു എന്നാണ് ആൻറ്റി പറഞ്ഞത്. ഇതുവരെ ഒരു വേദനയുമില്ല. ആദ്യം ഒരു പ്രശ്നവുമില്ല. ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലുള്ള എല്ലാ ജോലികളും ആൻറ്റി ചെയ്യുന്നു. ഒത്തിരി ദൂരം നടക്കുന്നു. ഒരു കുഴപ്പവും ഇതുവരെയും ഇല്ല. ഈ 1.5 വർഷമായിട്ട് ഇതുവരെ ആ പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് സൗഖ്യം പ്രാപിച്ചെന്ന്. പ്രൈസ് ഗോഡ്. അതിനുശേഷം ഈ 1.5 വർഷം ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇതുവരെ ആ പ്രശ്നം ഒരു കുഴപ്പമില്ല. മറ്റേ ഇരിക്കാനോ സ്റ്റെപ്പ് ഇറങ്ങാനോ, ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ പിള്ളേരെ കൈ പിടിച്ചായിരുന്നു താഴോട്ട് ഇറങ്ങിയത്. മറ്റുള്ളവർ കൈ പിടിച്ചാണ് താഴോട്ട്. നമ്മളെ വീടൊരു ഉയരമുള്ള സ്ഥലത്താണ്. അങ്ങനെയാണ് ഞാൻ മരുന്നിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ മുട്ടിന് ഒരു കുഴപ്പമില്ല. ഇരിക്കുകയും നടക്കുകയും വെയിറ്റുകൾ ഏറ്റുകയും ഒക്കെ ചെയ്യും, ഒരു കുഴപ്പമില്ല. നിലമ്പൂരിൽ കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുൻപത്തെ പ്രാവശ്യം, ശരിയല്ലേ? ഒരു 2 നിലയുടെ മുകളിൽ എവിടെയാണ് ആ ഒരു ഹാൾ ഉണ്ടായിരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ പിടിച്ച് കയറി. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ ഇറങ്ങി. അതിനുശേഷം ഇന്ന് വരെ രോഗം തിരികെ വന്നിട്ടില്ല. സന്തോഷമുള്ളവർ ഒരു പ്രാവശ്യം കൂടെ യേശുവിനെ കൈയടിച്ച് സ്തുതിക്കുക. ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു ഇതുപോലൊരു അത്ഭുതം എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യും? അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? കൈ താഴെ ഇടണ്ട, ഉയർത്തിപ്പിടിച്ചോ. കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് ഈ വിശ്വസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രശ്നമായിരിക്കില്ല, മറ്റു ചില പ്രശ്നമായിരിക്കാം. രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം. എന്തായിരുന്നാലും ഈ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അദൃശ്യനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ആത്മാവ് ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കാണുന്നവർ ഈ സമയത്ത് വിടുതൽ പ്രാപിക്കട്ടെ. ദൈവികമായ രോഗസൗഖ്യങ്ങൾ ഓരോ വ്യക്തികളിലേക്കും വരട്ടെ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതുകൂടാതെ കർത്താവെ, ഈ സഹോദരിയുടെ വിശ്വസ്തതയ്ക്കായി, നന്ദിയുള്ള ഹൃദയത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, 1.5 വർഷത്തിന് ശേഷം ഇന്നിവിടെ ഈ അത്ഭുതത്തിൻ്റെ സാക്ഷിയുമായി ഈ വേദിയിൽ നിൽക്കുമ്പോൾ, ദൈവനാമം ഉയരുമ്പോൾ, ഇവളെയും കർത്താവെ കൂടുതൽ അനുഗ്രഹിച്ച് പ്രതിഫലം നൽകി കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ യേശു ചെയ്ത ഈ പ്രവൃത്തിയെ ഉയർത്തിയത് കൊണ്ട് ഇവളെയും അങ്ങ് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. God bless you. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വചനങ്ങൾ ഈ സമയത്ത് നമുക്ക് വായിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം സത്യമായി യേശു കർത്താവ് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പാപത്തിൻ്റെ അടിമയാണ്. ആ പാപത്തിൻ്റെ ദാസനാണ്, അല്ലെങ്കിൽ അടിമയാണ്. അടിമ സ്ഥിരമായി വീട്ടിൽ വസിക്കുന്നില്ല. അടിമകളുടെ പ്രത്യേകത, ഒരടിമയും ഒരു വീട്ടിൽ സ്ഥിര താമസക്കാരനല്ല. യജമാനൻ കനിഞ്ഞാൽ വസിക്കുന്നു, യജമാനൻ പുറത്താക്കിയാൽ പുറത്തു പോകേണ്ടി വരും. ഒരടിമയും ആ ഭവനത്തിൽ മക്കളെ പോലെ സ്ഥിര താമസത്തിന് അനുമതിയില്ലാത്ത വ്യക്തിയാണ്. ഓക്കെ, പുത്രനോ എപ്പോഴും വസിക്കുന്നു. എന്നാൽ ഒരു ഭവനത്തിലെ മകൻ, മകൾ, അവർ സ്ഥിരമായി ആ വീട്ടിൽ വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, പുത്രനായ യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. 34-ാമത്തെ വചനത്തിൽ കാണുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാകുന്നു. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പാപം ചെയ്തിട്ടുള്ളവരാണ്. ഒരു വ്യത്യാസവുമില്ല.
എല്ലാവരും പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കിയവരായി തീർന്നിരിക്കുന്നു. റോമാലേഖനം 6 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാവരും പാപം, 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ്സിനെ നഷ്ടമാക്കി കളഞ്ഞു. അതുകൊണ്ട് എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ അടിമകളാണ്. ഇത് വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലാണ്. കുറിച്ച് വയ്ക്കുക, ഭവനങ്ങളിലെത്തുമ്പോൾ നിങ്ങൾ ആ ഭാഗം വായിക്കണം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ സ്വന്തം അനുഭവം വിവരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നും ആർ എന്നെ വിടുവിക്കും? ഞാൻ ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യമല്ല ചെയ്യുന്നത്. ആഗ്രഹമുണ്ട് നന്മ പ്രവർത്തിക്കാൻ, പക്ഷെ നന്മ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാപത്തിന് അടിമയായ ഈ ശരീരത്തിൽ നിന്നും, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും ആർ എന്നെ വിടുവിക്കും? പലതിനും അടിമകളായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ചിലരൊക്കെ പുറത്ത് വളരെ മാന്യന്മാരാണ്, എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ പലതിൻ്റെയും അടിമകളായിരിക്കും. ഇവിടെ യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നത്, പാപം ചെയ്യുന്നൊരു വ്യക്തി പാപത്തിൻ്റെ അടിമയാകുന്നു. 35-ാമത്തെ വചനത്തിൽ, Now a slave has no permanent place in the family. ഒരു അടിമയ്ക്ക് ഭവനത്തിൽ, ആ വീട്ടിൽ സ്ഥിരമായി വസിക്കുവാനുള്ള അനുവാദം ഇല്ല. അടിമയെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇത്ര വർഷങ്ങൾ അവിടെ സേവിച്ച ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും യജമാനന് ആ വ്യക്തിയെ വിറ്റുകളയാം, അല്ലെങ്കിൽ പുറത്താക്കാം. എന്നാൽ ആ വീട്ടിൽ ജനിച്ചു വളരുന്ന മക്കൾ, അവർക്ക് അവിടെ സ്ഥിരമായി താമസിക്കുവാൻ വാടക കൊടുക്കണ്ട, വേറെ യാതൊരുവിധ രീതിയിലും അവർക്ക് പ്ലീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മക്കളാകയാൽ അവകാശികളായതുകൊണ്ട് അവിടെ സ്ഥിരമായി വസിക്കാം. യേശു ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാണ്: മനുഷ്യർ മുഴുവൻ പാപത്തിൻ്റെ അടിമകളായി തീർന്നതുകൊണ്ട്, പാപത്തിൻ്റെ ദാസന്മാരായതുകൊണ്ട് ദൈവഭവനത്തിൽ, ദൈവരാജ്യത്തിൽ സ്ഥിരമായി വസിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ അടുത്ത വചനം പറയുന്നത്, 36-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇഫ് ദ സൺ, യേശു കർത്താവിനെയാണ് കാണിക്കുന്നത്, ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. സാക്ഷാൽ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട യഥാർത്ഥ സ്വാതന്ത്ര്യം വേറെ ആരും നമ്മെ ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്താതെ നമ്മുടെ ഇഷ്ടം മുഴുവൻ ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് യേശു പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാ വ്യക്തികളെടുത്താലും, സ്ത്രീകളെടുത്താലും, പുരുഷന്മാരെടുത്താലും, കുട്ടികളെടുത്താലും, വൃദ്ധന്മാരെ എടുത്താലും, ആരെ എടുത്താലും വ്യക്തിപരമായ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടേണ്ടത് പാപത്തിൽ നിന്നാണ്. മറന്നു പോകരുത്. ചിലരുടെ പാപങ്ങൾ നാട്ടുകാരറിയും, ചിലരുടെ പാപങ്ങൾ നാട്ടുകാരറിയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ പാപങ്ങളും, ചെയ്യുന്ന ക്രിയകളെല്ലാം തുറന്ന് മലർന്ന് കിടക്കുകയാണ്. ഒന്നും ദൈവത്തിൽ നിന്നും നമുക്ക് ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആര് പാപം ചെയ്താലും, പരസ്യമായി ചെയ്താലും രഹസ്യമായി ചെയ്താലും ദൈവം അത് അറിയുന്നു. യേശു പറയുന്നത്, ആ പാപങ്ങളിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാൻ എനിക്ക് സാധിക്കും. യേശുവിനല്ലാതെ വേറെ ആർക്കും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു ജനിച്ച സമയത്ത് അവിടെ ദൂതൻ വന്ന്, യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ പറയുന്നത്, ജനിക്കുവാനിരിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. കാരണം എന്താണ്? അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ് യേശു.
നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ ജീവിതത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരുമായിരിക്കാം, പക്ഷേ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരികയില്ല. പാപത്തിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്ത ഒരു വാക്യം കൂടെ നമ്മൾ ഇതിനോട് ചേർന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ജനിച്ചവനും ഭൂരാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചവനും. മതി. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും വിടുവിച്ചവനും. നേരത്തെ പറഞ്ഞു, യേശുവിനല്ലാതെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ ആർക്കും കഴിയുകയില്ല. എങ്ങനെയാണ് യേശു നമുക്ക് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നത്? അതാണ് വെളിപ്പാട് പുസ്തകം 1:5 നമ്മളിപ്പോൾ വായിച്ചത്. എങ്ങനെയാണ് യേശു സ്വാതന്ത്ര്യം നൽകുന്നത്? തൻ്റെ രക്തത്താൽ. എല്ലാവരും ശ്രദ്ധിക്കുക, യേശുവിൻ്റെ രക്തം നിമിത്തമാണ് പാപങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ പലർക്കും ഈ ഒരു ധാരണയുണ്ട്. പഴയ നിയമത്തിൽ സാധാരണ അവർ ചെയ്തുകൊണ്ടിരുന്നത്, പാപം ചെയ്തു പോയാൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു കാളയെയോ അല്ലെങ്കിൽ ഒരു പക്ഷിയെയോ ഒക്കെ കൊണ്ടുപോയി ബലിയർപ്പിക്കും. ബലിയർപ്പിച്ച് ആ യാഗവസ്തുവിൻ്റെ രക്തം അവിടെ ചൊരിയും. അപ്പോൾ അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്, ആ രക്തച്ചൊരിച്ചിലൂടെ യാഗം അർപ്പിക്കുന്ന വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ടാകും. എന്നാൽ എബ്രായ ലേഖനം, പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, മൃഗങ്ങളാലുള്ള യാഗങ്ങൾ കൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് ശുദ്ധി വരുത്തുവാൻ കഴിഞ്ഞില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് വന്ന് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ സ്നാപയോഹന്നാൻ ശക്തമായി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്നീ കേൾക്കുന്ന സന്ദേശം വളരെ വ്യക്തമായി എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇന്ന് അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുമ്പോൾ, ദൈവം വ്യത്യാസം വരുത്തുമ്പോൾ, അതിലൂടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും വ്യത്യാസങ്ങൾ കർത്താവ് തരും. ഇന്ന് കൊച്ചിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന ദിവസമാണ്. എല്ലാവരെയും ഇന്ന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുതൽ ഞായറാഴ്ച വരെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ തന്നെ നടക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ കുടുംബമായി വരണം. ഈ ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്ത മറ്റുള്ളവരെ കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരെയും യേശു സ്പർശിക്കും എന്ന് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവേ ഓരോരുത്തരിലും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ അസ്ഥികളിൽ തേയ്മാനം മൂലം പ്രയാസപ്പെടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിഭയങ്കരമായ ബ്ലീഡിങ് നിമിത്തം പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ഇൻസ്റ്റന്റേനിയസ് ആയി ഈ സമയത്ത് തന്നെ സൗഖ്യമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. വെരിക്കോസ് വെയിൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ദൈവിക വിടുതലുകൾ ഒത്തിരി വ്യക്തികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫുഡ് അലർജിയുള്ള, പല ഭക്ഷണ സാധനങ്ങളും കഴിച്ചാൽ ഭയങ്കരമായ അലർജിയുള്ള പലരെയും കർത്താവ് തൊടുന്നുണ്ട്, കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദൈവിക വിടുതൽ ഈ സമയത്ത് നിങ്ങളെ സ്വന്തമാക്കുക. ഉള്ളിൽ വിശ്വസിക്കുക. അതുപോലെ വളരെ സ്പഷ്ടമായി ഞാൻ കാണുന്ന കാലിൻ്റെ ആങ്കിൾ, കണങ്കാൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് വല്ലാതെ പ്രയാസപ്പെട്ട് അവിടെ നീരും ഒക്കെ കൊണ്ട് നടക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന
കാലിൻ്റെ പാദം, അതുപോലെ ആ ഫീറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു വലിയ സൗഖ്യം നടക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങ് അത്ഭുതകരമായ വിടുതൽ ഓരോരുത്തർക്കും നൽകുന്നതിനായി നന്ദി. അൾസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും വിശ്വാസത്തോടെ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പ്രാർത്ഥിച്ചാൽ കർത്താവെ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ 31-ാം തീയതി ഡിസംബർ 31 രാത്രി 10 മണി മുതൽ പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ബ്ലെസ്സിങ് സെൻറ്ററുകളെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് അതിൽ പങ്കുകൊണ്ട് അനുഗ്രഹവുമായി മടങ്ങിപ്പോകണം. ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, ഈ ദിവസങ്ങൾ ഓരോ ദിവസവും വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അരാമ്യർ എലീശയെ പിടിക്കുവാൻ ആളയച്ചത് എവിടേക്ക്? Where did the Syrians send people to catch Elisha? Options: A. Samaria, B. Gilgal, C. Dothan, D. Damascus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.